വെൽക്കം ടു വൈൽഡ് മാലോ. ഇനി വരുന്ന LDC, LGS 10th ലെവൽ പരീക്ഷകൾക്കായി മലയാള സാഹിത്യവുമായി ബന്ധപ്പെട്ട് PSC റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ള ഏതാനും ചില ചോദ്യങ്ങളാണ് ഈ വീഡിയോ. ലെറ്റ്സ് സ്റ്റാർട്ട്. ബെന്നി ഡാനിയൽ ഏത് പേരിലാണ് മലയാള സാഹിത്യ രംഗത്ത് പ്രശസ്തൻ? ബെന്യാമിൻ. ബെന്യാമിൻ്റെ പ്രശസ്ത നോവലായ ആടുജീവിതത്തിലെ കേന്ദ്ര കഥാപാത്രമാര്? നജീബ്. നോവലിനുള്ള 1976 കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം നേടിയ നിഴലുറങ്ങുന്ന വഴികൾ ആരുടെ രചനയാണ്? പി. വത്സല. വയനാട്ടിലെ തിരുനെല്ലിയിലെ ആദിവാസികളുടെ ജീവിതം അനാവരണം ചെയ്യുന്ന പി. വത്സലയുടെ കൃതി ഏത്? നെല്ല്. 1957 തിരഞ്ഞെടുപ്പിൽ തലശ്ശേരി ലോക്സഭാ മണ്ഡലത്തിൽ മത്സരിച്ച് പരാജയപ്പെടുകയും 1962 തിരഞ്ഞെടുപ്പിൽ ഇതേ മണ്ഡലത്തിൽ നിന്ന് വിജയിക്കുകയും ചെയ്ത മലയാളി സാഹിത്യകാരൻ ആരാണ്? SK പൊറ്റക്കാട്ട്. രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത മലയാള കവി ആര്? G. ശങ്കരക്കുറുപ്പ്. മലബാർ കലാപം നടന്നതിനു ശേഷമുള്ള കാലഘട്ടത്തിലെ 3 തലമുറകളിലെ കഥാപാത്രങ്ങളെപ്പറ്റി വിവരിക്കുന്ന മലയാളം നോവലേത്? സുന്ദരികളും സുന്ദരന്മാരും. ഉറൂബ് എന്ന തൂലികാനാമത്തിൽ രചനകൾ നടത്തിയിരുന്നത് ആരാണ്? PC കുട്ടിക്കൃഷ്ണൻ. C. രാധാകൃഷ്ണൻ രചിച്ച തീക്കടൽ കടഞ്ഞ് തിരുമധുരം എന്ന നോവൽ ആരുടെ ജീവിതത്തെ ആധാരമാക്കിയുള്ളതാണ്? തുഞ്ചത്ത് എഴുത്തച്ഛൻ. SK പൊറ്റക്കാട്ടിനെ 1962 കേരള സാഹിത്യ അക്കാദമി അവാർഡിന് അർഹനാക്കിയ കൃതി ഏത്? ഒരു തെരുവിന്റെ കഥ. ആരുടെ ആത്മകഥയാണ് എൻ്റെ വഴിയമ്പലങ്ങൾ? SK പൊറ്റക്കാട്ട്. ഉജ്ജ്വല ശബ്ദാഢ്യൻ, ഉല്ലേഖ ഗായകൻ എന്നീ പേരുകളിൽ അറിയപ്പെട്ടിരുന്ന കവി ആര്? ഉള്ളൂർ S. പരമേശ്വരയ്യർ. മയൂരി സന്ദേശത്തിന്റെ ഇംഗ്ലീഷ് പരിഭാഷ തയ്യാറാക്കിയതാര്? ഉള്ളൂർ S. പരമേശ്വരയ്യർ. തിരുവിതാംകൂറിൽ സർക്കാരിൽ ഉദ്യോഗസ്ഥനായി സേവനമനുഷ്ഠിച്ച് ആക്ടിംഗ് ചീഫ് സെക്രട്ടറി പദവി വരെ ഉയർന്ന മലയാള കവി ആര്? ഉള്ളൂർ S. പരമേശ്വരയ്യർ. ഉള്ളൂരിന്റെ പ്രധാന രചനകൾ ഏതെല്ലാം? ഉമാകേരളം, പിങ്കള, കർണഭൂഷണം, ചിത്രശാല, കേരള സാഹിത്യ ചരിത്രം. തിരുവിതാംകൂറിലെ ചരിത്ര സംഭവങ്ങളുമായി ബന്ധപ്പെട്ട് ഉള്ളൂർ രചിച്ചിട്ടുള്ള മഹാകാവ്യം ഏത്? ഉമാകേരളം. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ ആദ്യത്തെ മലയാള നോവൽ ഏത്? ചെമ്മീൻ. തകഴി ശിവശങ്കരപിള്ളയാണ് രചയിതാവ്. മലയാളത്തിൽ നിന്ന് ആദ്യമായി കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് നേടിയ വനിതയാര്? ബാലാമണിയമ്മ. 1965 നേടിയത്. മുത്തശ്ശി എന്ന കൃതിക്കാണ്. ശ്രീശങ്കരനെ കുറിച്ച് മഹാകവി വള്ളത്തോൾ രചിച്ച കവിത ഏത്? മലയാളത്തിന്റെ തല. മഹാകവി വള്ളത്തോൾ നാരായണ മേനോന്റെ ശ്രീകൃഷ്ണ പരന്തിനോട് എന്ന കവിത ഇന്ത്യയിലെ ഏത് മഹദ്വ്യക്തിയെക്കുറിച്ചാണ്? സ്വാമി വിവേകാനന്ദൻ. ആരുടെ വിയോഗത്തിൽ ദുഃഖിതനായാണ് കുമാരനാശൻ പ്രരോധനം എന്ന കാവ്യം രചിച്ചത്? AR രാജരാജവർമ്മ. സമഗ്ര സംഭാവനകൾ വിലയിരുത്തി കേരള സർക്കാർ ഏർപ്പെടുത്തിയിട്ടുള്ള പരമോന്നത സാഹിത്യ പുരസ്കാരം ഏത്? എഴുത്തച്ഛൻ പുരസ്കാരം. 1993 മുതൽ നൽകി തുടങ്ങിയ എഴുത്തച്ഛൻ പുരസ്കാരത്തിന്റെ പ്രഥമ ജേതാവ് ആരായിരുന്നു? ശൂരനാട് കുഞ്ഞമ്പിള്ള. രണ്ടാമത്തെ എഴുത്തച്ഛൻ പുരസ്കാരം നേടിയതാര്? തകഴി ശിവശങ്കരപിള്ള. എഴുത്തച്ഛൻ പുരസ്കാരം നേടിയ ആദ്യത്തെ വനിതയാര്? ബാലാമണിയമ്മ. 1995. OV വിജയന്റെ ആദ്യത്തെ നോവൽ ഏതായിരുന്നു? ഖസാക്കിന്റെ ഇതിഹാസം. രവി, അള്ളാപ്പിച്ച മുല്ലക്ക, മൈമുന, അപ്പുക്കിളി എന്നിവർ ഏത് നോവലിലെ കഥാപാത്രങ്ങളാണ്? ഖസാക്കിന്റെ ഇതിഹാസം. പറക്കുന്ന ആൽമരം നായകനായുള്ള OV വിജയന്റെ നോവൽ ഏത്? മധുരം ഗായതി. ആക്ഷേപഹാസ്യ കൃതിയായ എൻ്റെ ചരിത്രാന്വേഷണ പരീക്ഷണങ്ങൾ ആരുടെ രചനയാണ്? OV വിജയൻ. മലയാളത്തിലെ ഏത് പ്രമുഖ സാഹിത്യകാരന്റെ സ്മരണകളാണ് സമുദ്രത്തിലേക്ക് വഴിതെറ്റി വന്ന പരൽമീൻ? OV വിജയൻ. ഗാന്ധിജിയെപ്പറ്റി വള്ളത്തോൾ രചിച്ച കൃതി ഏത്? എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിയുടെ മരണത്തിൽ അനുശോചിച്ചുള്ള വള്ളത്തോളിന്റെ വിലാപകാവ്യം ഏത്? ബാപ്പുജി. G. ശങ്കരക്കുറുപ്പിന്റെ ആത്മകഥ ഏത്? ഓർമ്മയുടെ ഓളങ്ങളിൽ. 2 പ്രമുഖ എഴുത്തുകാർ ചേർന്നെഴുതിയ മലയാളത്തിലെ ആദ്യത്തെ നോവൽ ഏത്? അറബിപ്പൊന്ന്. ആരൊക്കെ ചേർന്ന് രചന നിർവഹിച്ച നോവലാണ് അറബിപ്പൊന്ന്? MT വാസുദേവൻ നായരും MP മുഹമ്മദും. നൈറ്റിലാളിന്റെ പശ്ചാത്തലത്തിൽ MT വാസുദേവൻ നായർ രചിച്ച നോവൽ ഏത്? മഞ്ഞ്. ഏത് നോവലിലെ മുഖ്യ കഥാപാത്രമാണ് വിമലാദേവി? മഞ്ഞ്. കുഞ്ഞരയ്ക്കാർ, ഗോവിന്ദൻകുട്ടി എന്നിവ MT വാസുദേവൻ നായരുടെ ഏത് നോവലിലെ പ്രധാന കഥാപാത്രങ്ങളാണ്? അസുരവിത്ത്. 1958 പ്രസിദ്ധീകരിച്ച MTയുടെ ആദ്യത്തെ നോവൽ ഏത്? നാലുകെട്ട്. ക്ലാസിക് പേൾ എന്ന കഥാപാത്രം തകഴിയുടെ ഏത് നോവലിലാണുള്ളത്? കയർ. കറുത്തമ്മ, പരീക്കുട്ടി, പളനി എന്നീ കഥാപാത്രങ്ങൾ ആരുടെ സൃഷ്ടിയാണ്? തകഴിയുടെയാണ് ചെമ്മീൻ എന്ന കൃതിയിലെ.
ഒന്നും ഒന്നും കൂട്ടിയാൽ ഇമ്മിണി വലിയ ഒന്ന് എന്ന് പറയുന്ന ബഷീറിന്റെ കഥാപാത്രം ഏത്? മജീദ്, ബാല്യകാലസഖി. ദേവകി മാനമ്പിള്ളി ഏത് നോവലിലെ പ്രധാന കഥാപാത്രമാണ്? ലളിതാംബിക അന്തർജനത്തിന്റെ അഗ്നിസാക്ഷി എന്ന കൃതിയിലെ. ആധുനിക മലയാള ഗദ്യത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? കേരളവർമ്മ, വലിയ കോയിത്തമ്പുരാൻ. ജി ശങ്കരക്കുറുപ്പ് രാജ്യസഭാംഗമായിരുന്ന കാലയളവ് ഏത്? 1968 മുതൽ 1972 വരെ. കൈനിക്കര കുമാരപിള്ളയുടെ അവതാരികയോടെ 1946 പ്രസിദ്ധീകരിച്ച ജി ശങ്കരപിള്ളയുടെ പ്രധാന കൃതി ഏത്? സൂര്യകാന്തി. 1965 പ്രഥമ ജ്ഞാനപീഠ പുരസ്കാരത്തിന് ജി ശങ്കരക്കുറുപ്പിനെ അർഹമാക്കിയ കൃതി ഏത്? ഓടക്കുഴൽ. ബാംസുരി എന്ന പേരിൽ ഹിന്ദിയിൽ പ്രസിദ്ധീകരിക്കപ്പെട്ട ജി ശങ്കരക്കുറുപ്പിന്റെ കൃതി ഏത്? ഓടക്കുഴൽ. ജി ശങ്കരക്കുറുപ്പിന്റെ അവസാനത്തെ കവിത ഏതായിരുന്നു? അന്തിവെൺമുകിൽ. ഏതു മലയാള നോവലിന്റെ ഇംഗ്ലീഷ് പരിഭാഷയാണ് ടെയിൽസ് ഓഫ് അതിരാണിപ്പാടം? ഒരു ദേശത്തിന്റെ കഥ. എസ്.കെ. പൊറ്റക്കാട്ടിനെ 1980 ജ്ഞാനപീഠ പുരസ്കാരത്തിന് അർഹനാക്കിയ കൃതി ഏത്? ഒരു ദേശത്തിന്റെ കഥ. അതിരാണിപ്പാടം എന്ന സാങ്കല്പിക ദേശത്തെ പ്രമേയമാക്കിയുള്ള മലയാള നോവൽ ഏത്? ഒരു ദേശത്തിന്റെ കഥ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ആദ്യത്തെ എമറിറ്റസ് പ്രൊഫസർ ആരായിരുന്നു? സുകുമാർ അഴീക്കോട്. 4 ഭാഗങ്ങളിലായി 4000-ഓളം പേജുകളുള്ള മലയാളം നോവൽ ഏത്? അവകാശികൾ. അപ്പോൾ ഇത്രയും PSCയുടെ ആവർത്തന ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ നോക്കിയിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.